ഗൈസ്, ഞാനിന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളി 4 മണി പലഹാരമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ഞാൻ രാവിലത്തെ കുറച്ച് ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു. അതൊരു പാത്രത്തിലേക്ക് കണ്ട് പാർന്നെടുത്ത് 2 ഉരുളൻകിഴങ്ങ് കണ്ട് വേവിച്ചെടുത്ത് അത് ഇതേപോലെ ഉണ്ട് കോർക്ക് വെച്ച് നന്നായിട്ടുണ്ട് ഉടച്ചണ്ട് കൊടുത്ത് ഒക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞിട്ടെ. എന്നിട്ട് പിന്നെ നമ്മളിത് ആ മാവിലേക്ക് കണ്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിന്ന് മാവ് ഇളക്കാനൊക്കെ ആളുണ്ട് കേട്ടോ. ഒരു കുഞ്ഞിക്കൈയും പിന്നെ ഒരു മൈലാഞ്ചിക്കൈയും. ഓളം മൈലാഞ്ചി മൊഞ്ചുള്ള കൈ ഇതിൽ കാണണമെന്ന് ഓൾക്കൊരു നിർബന്ധം. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും. പിന്നെ നമ്മളിതിലേക്ക് ഇട്ടത് ഒരു ഉള്ളി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് ചപ്പിൻ്റെ ഇലയും പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും ഒന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ ഇതിലേക്ക് 2 സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി കോൺഫ്ലവർ ഒന്നിട്ട് 2 സ്പൂൺ ഇട്ടു. പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് 1 ടീസ്പൂണ് മറ്റേ ചിക്കൻ മസാല ഒരിത്തിരി കുരുമുളക് പൊടി പിന്നെ ദോശമാവിൽ കുറച്ച് ഉപ്പുണ്ട്. പിന്നെ ഈ ബാക്കിയുള്ള മസാലയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഇട്ട് എന്നിട്ട് ഒന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത്. അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മളെ മാവ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിനി കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓരോരോ സ്പൂണ് കോരി പാർന്നുകാണ്ട് നമുക്ക് എന്ത് ചെയ്യുക, പൊരിച്ചങ്ങോട്ട് എടുക്കുക. ഇങ്ങനെ ഓരോരോ സ്പൂണുകളായിട്ട് അങ്ങനെ കോരിയിട്ട് കൊടുക്കുക. ഇതാ നമ്മൾ പലഹാരം ഒരു ഭാഗം നെരിഞ്ഞ് വന്നിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുക്കാം. അതും ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. എല്ലതും ഒട്ടി പൊടിച്ചിരിക്കുന്നൊക്കെ ഓരോന്നാക്കി ഇതാക്കി. അപ്പോൾ നമ്മൾ പലഹാരം ഇവിടെ റെഡിയായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് എഴുതിക്കൂടെ നിങ്ങൾക്കൊക്കെ. പിന്നെ ഈ ചാനലൊന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ. മറ്റുള്ളവരോടൊക്കെ ഒന്നങ്ങോട്ട് പറയുന്നേ. അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കെച്ചപ്പും കൂട്ടി കഴിക്കാൻ എല്ലാവരും ഇങ്ങനെ ദോശമാവൊക്കെ ബാക്കി വരുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ടാ. ഇതൊക്കെ ഇതിൽ ചേർത്തതൊക്കെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ആയിരിക്കും അധികം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മാവും കൂടി ഇതേപോലെ പൊരിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ലൊരു കിടുക്കാച്ചി ചായയും കെച്ചപ്പും കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ബായ്.